പത്തനംതിട്ട ജില്ലയിൽ പമ്പാ നദിക്ക് കുറുകെ ആഞ്ഞിലിമൂട്ടിൽ കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. 13 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മാണം നടത്തുന്നത്. 156 മീറ്റർ നീളവും 11.5 മീറ്റർ വീതിയുമുള്ള പാലം ആറന്മുള പഞ്ചായത്തിലെ കോഴിപ്പാലത്തിന് സമീപം ആഞ്ഞിലിമൂട്ടിൽ കടവിൽ നിന്നും ആരംഭിച്ച് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ കിഴവറക്കടവിലാണ് അവസാനിക്കുന്നത്. പാലത്തിന് 8 സ്പാനുകളാണുള്ളത്. ഇരുകരകളിലുമായി 6 സ്പാനുകളുടെ അടിസ്ഥാന ജോലികൾ പൂർത്തീകരിച്ചു. 24 മാസം കൊണ്ടാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടത്. കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ആഞ്ഞിലിമൂട്ടിൽ കടവിൽ മന്ത്രി ജി സുധാകരൻ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. നിർമ്മാണ ജോലികൾ 12 മാസം കൊണ്ട് പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നിർമ്മാണ ചുമതല ഏറ്റെടുത്ത കരാറുകാരും ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നത്. ഇരു കരകളിൽ നിന്നും ഒരുപോലെയാണ് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നത്. നിശ്ചിത കാലാവധിക്ക് മുമ്പ് തന്നെ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്താൽ കരാറുകാർക്ക് പ്രത്യേക ബോണസും വകുപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണി വളരെ വേഗത്തിലാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ പത്തനംതിട്ട റോഡ്സ് ഡിവിഷനാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം. സാധാരണ നിലയ്ക്ക് ഒരു പാലം നിർമ്മിക്കുമ്പോൾ വളരെ കാലങ്ങൾ അതിൻ്റെ പണി പൂർത്തീകരണത്തിന് എടുക്കുമെങ്കിൽ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ ഈ പണി പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി നമ്മുടെ പ്രദേശത്തെ യാത്രാ ദുരിതം നല്ല നിലയ്ക്ക് അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പന്തളം, കുളനട, മെഴുവേലി, ഇലവന്തിട്ട പ്രദേശങ്ങളിൽ നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോകേണ്ട ആളുകൾക്ക് കോഴഞ്ചേരി ടൗൺ ചുറ്റാതെ ആഞ്ഞിലിമൂട്ടിൽ പാലം വഴി പുല്ലാട്, വെണ്ണിക്കുളം, മല്ലപ്പള്ളി വഴി കോട്ടയത്ത് വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയും. പത്തനംതിട്ടയിൽ നിന്നുള്ള ആളുകൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതോടൊപ്പം കോഴഞ്ചേരി ടൗണിലെ ഗതാഗതക്കുരുക്കിനും ഒരു പരിധിവരെ ശമനമുണ്ടാകും. ക്യാമറമാൻ ശ്രീലാലിനൊപ്പം റിപ്പോർട്ടർ, പത്തനംതിട്ട.